ഞാനും അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ടീനേജ് പ്രായത്തിലൊക്കെ ബാക്കി ഈ പിയർ ഗ്രൂപ്പ് പിള്ളേരുമായിട്ട് ഇടപെടുമ്പോൾ എൻ്റെ എല്ലാ പ്രാവശ്യത്തെ വിചാരം എൻ്റെ വീട് പോലെയാണ് എല്ലാ കുട്ടികളും എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. പിന്നെ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം, നിങ്ങൾക്ക് മാത്രം എന്താ ഒറ്റപ്പെടൽ, എനിക്ക് ഒറ്റപ്പെടലില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് മാത്രം ഒറ്റപ്പെടൽ. പക്ഷേ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ അച്ഛനമ്മമാരും ഒരുപോലെയല്ല നമ്മളുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇവർക്കും ഇത് ആദ്യമാണ്. ഒരു കുട്ടി ഉണ്ടാകുന്നു, എൻ്റെ കുട്ടി നന്നായിട്ട് വരണമെന്നാണ് എല്ലാ പേരൻസിനും. പക്ഷേ ഇവർ തിരഞ്ഞെടുക്കുന്ന വഴി പലപ്പോഴും ഡിഫറെൻ്റ് ആണ്. പല ആളുകളും പല വഴിക്കാണ് എൻ്റെ കുട്ടിയെ നന്നാക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും പേരൻസ് ഇപ്പം സാർ തന്നെ പറഞ്ഞു ഇവിടെ ഒരു കുട്ടി മരിച്ച ഒരവസ്ഥ നമ്മളത് ന്യൂസിലൂടെയും ഒക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 16 വയസ്സുള്ള പെൺകുട്ടികളുടെ അച്ഛനന്മാരൊക്കെയും തീരുമാനിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഇനി തൊട്ട് എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നില്ല. അതൊരു ഡിഫറെൻറ്റ് വശമാണ്. അതിനപ്പുറത്തേക്ക് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും ഇതിനെ എങ്ങനെ നമ്മൾ നന്നായി ഉപയോഗിക്കാമെന്നും കൃത്യമായി പഠിപ്പിച്ച് കൊടുക്കുന്നതാണ് ആക്ച്വൽ പേരൻറ്റിങ്. കാരണം നന്മകൾ മാത്രമുള്ള ഒരു സൊസൈറ്റിയിലേക്കല്ല നമ്മൾ അടുത്ത സ്റ്റെപ്പ് കടന്നു വെക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ വേണം അവെയറായിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നൊരു അഡൽട്ടിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്താണ് കൃത്യമായ പേരൻറ്റിങ് വരുന്നത്.